നമസ്കാരം. കാളിദേവിയുടെ അനുഗ്രഹത്താൽ ചില കാര്യങ്ങൾ പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മറയ്ക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അതേക്കുറിച്ചും അമ്മ മഹാമായ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമം അല്ലെങ്കിൽ കാളിദേവിയുടെ നാമം ഓം ക്രീം കാളി എന്നോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. ഇവിടെ തന്നിരിക്കുന്നത് 2 വിശേഷപ്പെട്ട ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം ചെമ്പരത്തിയാണ്, രണ്ടാമത്തേതായ ചിത്രം കുങ്കുമമാകുന്നു. രണ്ടും ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ വസ്തുക്കളാണ്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ കാളിദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. എവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. പല കാര്യങ്ങളും പ്രവർത്തിക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും അതിൽ വിജയങ്ങൾ നേടണം എന്ന് അത്രമേൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. എന്നാൽ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ, നേർവിപരീതമായി കാര്യങ്ങൾ സംഭവിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ ശത്രുക്കളെയല്ല, ഈ സമയം നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ നിങ്ങൾ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. നിഴൽ പോലെയുള്ള ചില കാര്യങ്ങൾ, ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. നിങ്ങൾക്ക് പല സൗഭാഗ്യങ്ങളും ലഭിക്കേണ്ടത് തന്നെയാണ്. അതിനുള്ള അർഹത നിങ്ങൾക്കുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് പ്രവർത്തിച്ച് പോകുന്നവർ കൂടിയാണ് നിങ്ങൾ. എന്നാൽ അതെല്ലാം മറയ്ക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. മുന്നോട്ട് പോലും പോകുവാൻ സാധിക്കാത്ത പല വിഷമതകളും നിങ്ങൾക്കുണ്ട്. പല ശത്രുക്കളും നിങ്ങളെ ചുറ്റിലും പല വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ സമയം കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് പ്രയോജനമില്ല. മനക്കരുത്താണ് നിങ്ങൾക്ക് പ്രധാനമായും വേണ്ടത്. നിങ്ങളിലേക്ക് ദേവി പ്രദാനം ചെയ്യുന്ന ആ അനുകൂല സാഹചര്യങ്ങൾ അത് നിങ്ങൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഏതൊരു ദുഷ്കരമായ കാര്യങ്ങളെയും നിങ്ങൾക്ക് എളുപ്പത്തിൽ തരണം ചെയ്യുവാനുള്ള ശക്തി തന്നെയാണ് അമ്മ മഹാമായ നിങ്ങളിലേക്ക് നൽകിയിട്ടുള്ളത്. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ശാന്തമായ മനസ്സോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു. എന്നാൽ അത് അമ്മയുടെ ശക്തിയായി തന്നെ പരാമർശിക്കാം. കാരണം ഇത്രമേൽ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ ശാന്തതയോടെ അവയെ നേരിടുവാനും മുന്നോട്ട് പോവുക എന്നത് പലർക്കും സാധ്യമല്ലാത്ത കാര്യമാണ്. എന്നാൽ നിങ്ങൾക്കത് സാധ്യമാകുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും ശുഭകാര്യങ്ങളിൽ ഒന്നാണ്. നിങ്ങളുടെ ഉള്ളിലെ ശത്രുദോഷങ്ങളെയും ഭയത്തെയും നിയന്ത്രിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് എന്ന സന്ദേശമാണ് അമ്മ നിങ്ങൾക്ക് നൽകുന്നത്. ശാരീരികമായ ശക്തി മാത്രമല്ല ഒരു വ്യക്തിയെ വിലയിരുത്തേണ്ടത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ശാരീരികമായ ശക്തി മാത്രമല്ല ആത്മബലത്തിനും പ്രാധാന്യമുണ്ട്. ആ ആത്മധൈര്യം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. നിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യം തരുന്ന ഒരു ശക്തിയായി അമ്മ മഹാമായ മാറും എന്നുള്ളതാണ് വാസ്തവം. അത് നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. കാരണം മുൻപത്തേക്കാളും വ്യത്യസ്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കും. എവിടെയാണോ നിങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുന്നത്, നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ തടയപ്പെട്ടിരിക്കുന്നത്, ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നേട്ടങ്ങളെന്തോ അത് സ്വന്തമാക്കുവാനും സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. ആത്മബലത്തിലാണ് ഇനി നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക. ശത്രുക്കളെല്ലാം
നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കി കൃത്യമായ പ്രവർത്തനങ്ങളോടെ അവർ തടയപ്പെട്ടിരിക്കുന്ന ആ സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. എന്നാൽ എല്ലാ കാര്യങ്ങളും അവരാൽ മാത്രമാണ് തടയപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല. ചില കാര്യങ്ങൾ അപ്രകാരമല്ല സംഭവിക്കുന്നത് എന്നതും വാസ്തവമാണ്. അതിനാൽ എന്താണ് യഥാർത്ഥ കാരണം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് അമ്മ നിങ്ങൾക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത്. അത് കൃത്യതയോടെ മനസ്സിലാക്കി ആ കാരണത്തെ തരണം ചെയ്യുവാനുള്ള ശക്തി അത് കൃത്യമായി പ്രയോജനപ്പെടുത്തി ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അമ്മ നിങ്ങളെ കൈവിടില്ല എന്ന സന്ദേശം തന്നെയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. അത് ചുറ്റും നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ പ്രകടമാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി നിങ്ങളുടെ ജീവിതം മാറിമറിയും എന്നൊരു സന്ദേശം തന്നെയാണ് അമ്മ നൽകിയിട്ടുള്ളത്. അർഹതപ്പെട്ടത് കൈകളിലേക്ക് വന്നു ചേരുകയും നിങ്ങൾക്ക് എന്താണോ കൂടുതലായി നേടേണ്ടത് അതേക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനും അത് നിങ്ങളുടെ കൈവശം കൊണ്ടുവരുവാനും സാധിക്കും എന്ന കാര്യവും ഓർക്കുക. രണ്ടാമത്തെ ചിത്രമാണ്, ദേവിയുടെ രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കേണ്ടത് അനിവാര്യമാണ്. കാരണം നിങ്ങളിലേക്ക് കടന്നു വരേണ്ടതായ കാര്യങ്ങൾ അത് കൃത്യമായി വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നോ നാളെയോ ആ കാര്യങ്ങൾ വരും എന്നൊരു ചിന്ത നിങ്ങളിലുണ്ട് എങ്കിൽ അത് ആ ചിന്തകൾ കൃത്യമാണോ എന്ന് ഒന്നുകൂടി വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. കാരണം നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ കാര്യങ്ങൾ, നിങ്ങളുടെ ഭാഗ്യം മറയ്ക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. പല അനുഭവങ്ങൾ കൊണ്ടും നിങ്ങൾക്കത് ബോധ്യമാകുന്ന സാഹചര്യമുണ്ട്. കാരണം ഇത്തരത്തിൽ മുന്നോട്ട് പോകേണ്ടവരല്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് സാധ്യമാകാത്ത സാഹചര്യമുണ്ട്. കാരണം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം പല കാര്യങ്ങളിലും പ്രവർത്തിച്ച് അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള പ്രവർത്തനങ്ങളിൽ വളരെയധികം മടുപ്പ് തോന്നുന്ന സാഹചര്യം പോലുമുണ്ട്. എന്നാൽ തടസ്സങ്ങളെ തകർത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന, കുതിച്ചു പായുന്ന ഒരു തേരാളിയെ പോലെ മുന്നേറണം എന്ന സന്ദേശമാണ് അമ്മ മഹാമായ നൽകുന്നത്. വഴിയിൽ തടസ്സങ്ങളുണ്ടാകാം, അത് സ്വാഭാവികം തന്നെയാണ്. നിന്നെ പേടിപ്പിക്കുവാൻ പല രൂപങ്ങളും വന്നു എന്ന് വരാം, അത് ശത്രുക്കളാകാം. എന്നാൽ നിന്റെ ലക്ഷ്യത്തിൽ നിന്നും നീ കണ്ണെടുക്കരുത് എന്നും അമ്മ മഹാമായ സന്ദേശമായി നൽകുന്നു. അമ്മയുടെ ഉപദേശം, നിന്റെ മുൻപിൽ അമ്മയുടെ അനുഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അമ്മ നിന്റെ മുൻപിലുണ്ട്. അതിനാൽ നീ ഭയത്തോടെയോ അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവോടെയോ ഒരു കാര്യത്തെയും നേരിടാൻ പാടുള്ളതല്ല. ഭയപ്പെടാതെ തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന സന്ദേശമാണ് അമ്മ മഹാമായ ഇവിടെ നിങ്ങൾക്ക് നൽകുവാനായി പോകുന്നത്. ഭയം മാറ്റുവാനുള്ള അവസരം തന്നെയാണ് ഈ സമയം ദേവി നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്, അനുഗ്രഹമായി വന്നു ചേരുന്നത്. ഈ സമയം നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ടിരിക്കുന്നത് അത് ദേവിയുടെ സംരക്ഷണ വലയമുള്ളതിനാൽ തന്നെ ആ തടസ്സങ്ങളെ ഭേദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ചില കാര്യങ്ങളിൽ ആലസ്യം നിങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്ന സാഹചര്യമുണ്ട്. എത്ര പ്രവർത്തിച്ചിട്ടും എന്താ കാര്യം? ധനമോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളോ മറ്റ് കാര്യങ്ങളോ ലഭിക്കുന്നില്ല എന്നൊരു വിഷമം നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഇത് അമ്മയോടുള്ള നിങ്ങളുടെ വിശ്വാസക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ അമ്മ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സന്ദേശം ലഭിക്കുന്നതിനാൽ ഈ സമയം നിങ്ങൾ ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകണം, ആലസ്യം ഒഴിവാക്കണം. ചിലർ നിങ്ങളെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത് കൃത്യമാണോ എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് തടയപ്പെടുന്ന സാഹചര്യമുണ്ടായി എന്ന് വരാം. ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കുന്നു എന്നതും വാസ്തവമാണ്. അന്ന് അപ്രകാരം ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വാക്ക് കേട്ട് ആ കാര്യം ചെയ്യാതിരുന്നത് മോശമായി അല്ലെങ്കിൽ ചെയ്തത് മോശമായി എന്നുള്ള ചിന്തകൾ
അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളെ വേട്ടയാടപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. അതിനാൽ തന്നെ അമ്മയുടെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ഇത്തരം ചിന്തകൾ, ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കും. അത് ഭാവിയിൽ ഇത്തരം അബദ്ധങ്ങൾ പിണയാതിരിക്കുവാനുള്ള ഒരു സൂചനയാണ്, അമ്മയുടെ അനുഗ്രഹമാണ് എന്ന് തന്നെ അർത്ഥമാക്കണം. അതിനാൽ ഇനി നിങ്ങൾ ചതിക്കപ്പെടുവാനോ വഞ്ചിക്കപ്പെടുവാനോ മറ്റുള്ളവരെ പൂർണ്ണമായും വിശ്വസിച്ച് സ്വന്തം നിലപാടുകളിൽ വെള്ളം ചേർക്കുവാനോ ഒഴിഞ്ഞു മാറുവാനോ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. ഇത് അമ്മയുടെ സന്ദേശം തന്നെയാണ്. അതിനാൽ ഈ സമയം നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങളിൽ നിങ്ങൾ ഭയപ്പെടുകയോ വിഷമിക്കുകയോ ആലസ്യം ഉണ്ടാവുകയോ പാടുള്ളതല്ല. ഈ സമയം എന്തൊരു കാര്യം കൊണ്ടാണോ നിങ്ങൾക്ക് വന്നു ചേരേണ്ട ഭാഗ്യം മറയ്ക്കപ്പെട്ടിരിക്കുന്നത്, അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് അർഹമായത് നേടിയെടുക്കുവാനും അമ്മ നിങ്ങളെ സഹായിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. അമ്മയെ ആരാധിച്ച് അമ്മ നൽകുന്ന പോസിറ്റീവായ കാര്യങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങണം.